ഈ ഷാഫി കുറച്ച് ഓവറാണ്. എന്താണ് ഇയാൾ ഈ കാണിക്കുന്നത്? ഒരു പ്രചരണത്തിനൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായി സ്റ്റാർ ആവുന്നതാണോ രീതി? അതിന്റെ അപ്പുറത്ത് നിൽക്കുന്ന സ്ഥാനാർത്ഥിയെ പരിചയപ്പെടുത്തുക, അല്ലെങ്കിൽ ജനങ്ങളുമായി അയാളെ സംവാദിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തുക, ഇതൊക്കെയല്ലേ ചെയ്യേണ്ടത്? ഇയാള് സ്വന്തമായി സ്ഥാനാർത്ഥി ആകാൻ പറ്റാത്തതിന്റെ ഒരു വിഷമമല്ലേ ഷാഫി തീർത്തുകൊണ്ടിരിക്കുന്നത്? ഇതിപ്പോ സൈബർ ഇടങ്ങളിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് കമന്റുകളാണ് ഞാൻ പറഞ്ഞത്. ഷാഫി പറമ്പിലാണ് ഈ മലബാർ തൊട്ട് ഈ എല്ലാ ഏരിയകളും സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി കവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ എല്ലാ ദിവസവും ഈ സൈബർ ഇടങ്ങളിലൂടെ വീഡിയോസും പുറത്തേക്ക് വരുന്നുണ്ട്. ശരിക്കും ഷാഫി ഒരു ഓവറാക്കി ചളമാക്കുകയാണോ ചെയ്യുന്നത്? ചിലരൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ പൈസ കൊടുത്ത് ആളെ ഇറക്കുന്നതാണെന്ന്. അല്ല, സ്വാഭാവികമായിട്ട് ഞാനൊന്ന് ചോദിക്കട്ടെ. രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് വരുന്നു, പ്രചരണത്തിനായിട്ട് വരുന്നു. രാഹുൽ ഗാന്ധിക്കാണോ ആളുകൾ മാലയിട്ട് കൊടുക്കുന്നത്, അതോ സ്ഥാനാർത്ഥിക്കാണോ മാലയിട്ട് കൊടുക്കുന്നത്? ആരെ കാണാനായിരിക്കും അവിടെ ജനങ്ങൾ തിങ്ങിക്കൂടുന്നത്? ഇന്ന് തന്നെ നാദാപുരത്ത് രാഹുൽ ഗാന്ധി വന്നു. ജനലക്ഷങ്ങളാണ് അവിടെ വന്ന് നിറഞ്ഞു നിൽക്കുന്നത്. സ്റ്റേഡിയത്തിലേക്ക് അടുക്കാൻ കഴിയത്തില്ല, അത്രയ്ക്ക് ആളാണ്. അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന മനുഷ്യനെ കേരളത്തിലെ ജനങ്ങൾ അത്രത്തോളം ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ്, ഒരു ദേശീയ നേതാവായതുകൊണ്ടാണ്. ഷാഫി പറമ്പിലിനെ സംബന്ധിച്ച്, ഷാഫി പറമ്പിൽ എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടിയെ കണ്ടുപിടിച്ച ഒരാളാണ്. ഉമ്മൻചാണ്ടി സ്കൂൾ ഓഫ് പൊളിറ്റിക്സിൽ നിന്നും വന്ന ഒരാളാണ്. അദ്ദേഹത്തിന് ജനങ്ങളെ ചേർത്ത് പിടിക്കാൻ മാത്രമേ അറിയൂ. അതാണ് ഒരു ഷാഫി പറമ്പിലും മറ്റുള്ള നേതാക്കന്മാരും തമ്മിലൊരു വ്യത്യാസം ഒന്ന് നോക്കൂ. ഷാഫി പറമ്പിൽ വരുന്നിടത്തേക്ക് ആള് കൂടുന്നു. ഷാഫി പറമ്പിൽ, അതായത് സ്ഥാനാർത്ഥി വന്ന് നിൽക്കുമ്പോൾ, സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചരണത്തേക്ക് ഷാഫി വരുമ്പോൾ, ഷാഫിയാണ് ആളുകൾ വന്ന് കെട്ടിപ്പിടിക്കുന്നതും ഉമ്മ കൊടുക്കുന്നതും ഷാൾ അണിയിക്കുന്നതും ബൊക്കെ കൊടുക്കുന്നതും എല്ലാം. സ്വാഭാവികമായിട്ടും ഷാഫി പറമ്പിലിന്റെ ജനപിന്തുണ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഒരു നേതാവ് ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്ന കാലഘട്ടത്തിൽ ഇന്ന് മത്സരിക്കാനുണ്ടായിരുന്നെങ്കിൽ വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കേണ്ട ഒരാളാണ്. നിയമസഭയിൽ മന്ത്രിയായിട്ടുണ്ടാവേണ്ട ഒരാളാണ്. മന്ത്രി എന്ന് പറയുമ്പോൾ ചെറിയ ഏതെങ്കിലും വകുപ്പല്ല, കൊടുക്കാൻ കഴിയുന്നത് ഏറ്റവും നല്ല വകുപ്പ് കൊടുക്കാൻ കഴിയുന്ന ഒരാളായിരുന്നു ഷാഫി പറമ്പിൽ എന്ന് പറയുന്നത്. എന്നിട്ടും അദ്ദേഹത്തിനെ നമ്മൾ കണ്ടതാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വടകരയിലേക്ക് വിടുന്നു. വടകര എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് കോട്ടയിലേക്ക് ഷാഫി പറമ്പിലിനെ വിടുന്നു. അതിൻ്റെ ഇലക്ഷൻ പ്രചരണ സമയത്ത് നമ്മൾ കണ്ടതാണ് ഇതേപോലെ തിക്കും തിരക്കും ഷാഫിയെ കാണാൻ വേണ്ടിയിട്ട്. രാത്രി 12 മണിക്കും ഷാഫി പറമ്പിൽ വരുന്നതും കാത്തു നിൽക്കുന്ന ഒരു കൂട്ടം മനുഷ്യർ, അമ്മമാർ. എനിക്ക് തോന്നുന്നു കൂടുതലും ഷാഫി പറമ്പിലിനോട് ആരാധന ഉള്ളത്. അത് ഷാഫി എന്ന സ്ഥാനാർത്ഥിയായിരുന്നു. ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാഫി സ്ഥാനാർത്ഥിയല്ല. കഴിഞ്ഞ ദിവസം തന്നെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, ഒരു കുട്ടി ഓടി വന്ന്, ഷാഫിയും ഉണ്ടായിരുന്നു, ബിഷാരടിയും ഉണ്ടായിരുന്നു. ബിഷാരടി ഒന്ന് ടാറ്റ കൊടുത്തിട്ട് പോലും ആ കുട്ടി നോക്കാതെ ഷാഫിയെ പോയി ഹഗ് ചെയ്തിട്ട് ഷാഫിക്ക് കൈയും കൊടുത്തിട്ടാണ് ആ കുട്ടി പോകുന്നത്. ആ വീഡിയോയുടെ അടിയിലാണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാര് പറഞ്ഞിട്ടുള്ളൊരു ഇതാണ്, ഈ ഷാഫി അങ്ങ് ഓവറാക്കാട്. അവിടെ ബിഷാരടിയാണ് താരാവേണ്ടത്. അയാളുടെ പ്രസംഗം അല്ലെങ്കിൽ അയാളെ ജനങ്ങൾ മനസ്സിലാക്കണ്ടേ? ഇപ്പൊ പാലക്കാടിനെ സംബന്ധിച്ച് പാലക്കാടിന്റെ MLA ആയിരുന്നു, 2 തവണ MLA ആയിരുന്നു ഷാഫി പറമ്പിൽ എന്ന് പറയുന്നത്. കൽപ്പാത്തി രഥോത്സവമൊക്കെ നടക്കുന്ന സമയത്ത് ഷാഫി പറമ്പിൽ അവിടെ ഉണ്ടാകും. അന്ന് തൊട്ട് 10 വർഷം ജനങ്ങളുടെ ഇടയിൽ കിടന്ന് പണിയെടുത്തതിന്റെ ഫലമാണ് രാഹുൽ മാങ്കൂട്ടം അവിടെ നിന്ന് മത്സരിച്ചല്ലോ. 18,000 വോട്ടിന്റെ ചരിത്ര ഭൂരിപക്ഷത്തിൽ പാലക്കാട് രാഹുൽ മാങ്കൂട്ടം വിജയിച്ചിട്ടുണ്ടെങ്കിൽ 10 വർഷം ഷാഫി പറമ്പിൽ അവിടുത്തെ എടുത്ത പണിയുടെ ഫലമാണത്. അദ്ദേഹത്തിനെ സംബന്ധിച്ച് എനിക്കൊന്നും അദ്ദേഹത്തിനൊരു പ്രത്യേക ഓർമ്മയുണ്ട് ഷാഫി പറമ്പിലിന്. നമ്മളത് സമ്മതിച്ചു കൊടുത്തേ പറ്റും. ഇപ്പോൾ മോഹൻലാല് അത്തരത്തിലുള്ള ആളുകളൊക്കെ വരുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ല ആളുകൾ ജനങ്ങൾ ഓടിക്കൂടുന്നത്. അതേപോലെയാണ് ഷാഫി പറമ്പിലും. ഒരിക്കലും രാഷ്ട്രീയം നോക്കിയിട്ടില്ല, സ്നേഹമാണ് ഷാഫി. അല്ല, ശരിക്കും ഈ ഇത്രയധികം ക്രൗഡ് പുള്ളിങ് കാണുന്ന സമയത്ത് പലരും പറയുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഇതൊക്കെ വോട്ടാകാനൊന്നും പോകുന്നില്ല. കാരണം ഇത് ആ ഒരു ആള് വരുന്നത് കൊണ്ട് ഇവരുടെ ആ ഒരു രീതികളും പ്രസംഗവും ആ ഒരു ജനങ്ങളോടുള്ള പെരുമാറ്റ രീതികളും ഇത്തരം കാര്യങ്ങൾ കൊണ്ടാണ് ഈ ജനങ്ങൾ ഇങ്ങനെ കാണാൻ വരുന്നത്. ഓക്കെ, ഞാൻ കണ്ടിട്ടുള്ള പ്രസംഗമൊക്കെ കണ്ടിരിക്കുന്ന ഒരാളല്ല, ഇയാൾ എൻ്റെ അടുത്തേക്ക് വരുന്നു, എൻ്റെ അടുത്ത സ്ഥലത്തേക്ക് വരുന്നു പ്രചരണത്തിനായി, അപ്പോ ഒന്ന് പോയി കാണാം എന്ന രീതിയിലാണ് ആ ജനങ്ങളൊക്കെ. അതും ഒരു രാഷ്ട്രീയമാണ്. ചേർത്ത് നിർത്തൽ എന്ന് പറയുന്നത് വലിയൊരു രാഷ്ട്രീയമാണ്. ഇന്നിൻ്റെ കാലത്ത് ഇല്ലാത്തൊരു രാഷ്ട്രീയം കൂടിയാണ് ചേർത്ത് നിൽപ്പിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഷാഫി പറമ്പിലിനെ സംബന്ധിച്ച് ഷാഫിയെ ഏതൊരു മനുഷ്യനാണെങ്കിലും ആദ്യം വന്ന് കെട്ടിപ്പിടിക്കുന്നതായിരിക്കും നമ്മൾ കാണുന്നത്. കരഞ്ഞുകൊണ്ട് ഓടി വരുന്ന അമ്മമാര്, സ്വന്തം മകനെ പോലെ സ്നേഹിക്കുന്ന അമ്മമാര്, ചെറിയ കുട്ടികളാണ് ഷാഫിയെ കാണാൻ വേണ്ടി ഓടി വന്ന് നിൽക്കുന്നത്. കാറിൽ കാത്തു നിൽക്കുന്ന ആളുകളാണെങ്കിലും എല്ലാം ഷാഫിയെ കാണാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ആ ചേർത്ത്
ചെറുത്തുനിൽപ്പ് തന്നെയാണ്. അതായത് ഏതൊരു മനുഷ്യനെയും കണ്ടു കഴിഞ്ഞാൽ ആദ്യം ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ആ ഒരു സ്നേഹം. ഇപ്പൊ ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ച് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ആര് വന്നു കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടി ചേർത്ത് നിർത്തുന്ന ഒരു രാഷ്ട്രീയമാണ്. എനിക്ക് തോന്നുന്നു PC വിഷ്ണുനാഥിന്റെ ഇന്റർവ്യൂ നമ്മുടെ ചാനലിൽ തന്നെ എടുത്ത് കാണാം. അതിൽ PC പറയുന്നൊരു വാക്കുണ്ട്. പട്ടാമ്പി കോളേജിൽ അന്ന് PC വിഷ്ണുനാഥ് ചെല്ലുന്നൊരു കാലഘട്ടത്തിൽ ആ കോളേജിൽ നിന്നും സ്വാഗതം പ്രസംഗിക്കാനായിട്ട് വരുന്നൊരു പയ്യൻ, ഒരു ചെറിയ പയ്യൻ. ആ പയ്യൻ വന്ന് സംസാരിക്കുന്ന സമയത്ത് ആ പയ്യനിൽ എന്തോ ഉണ്ട് എന്ന് കണ്ടെത്തി ആ പയ്യനെ ഈ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുന്നത് നമ്മുടെ PC വിഷ്ണുനാഥാണ്. പിന്നീട് ആ പയ്യൻ കേരളത്തിന്റെ രാഷ്ട്രീയത്തിലെ ഇന്നത്തെ ഏറ്റവും വലിയ സെലിബ്രിറ്റി ആയിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അത് ഷാഫി പറമ്പിൽ തന്നെയാണ്. അത് അദ്ദേഹത്തിന്റെ സംസാര ശൈലി കൊണ്ടാണ്, അദ്ദേഹത്തിന്റെ ചേർത്ത് നിർത്തൽ കൊണ്ടാണ്. അതായത് ഒരു സ്നേഹമാണ് ഷാഫിയോട് എല്ലാവർക്കും. സ്നേഹവും ആരാധനയും കൊടുക്കും. നമ്മൾ ഈ താരാരാധന എന്നൊക്കെ പറയും. രാഷ്ട്രീയത്തിൽ അത് പാടില്ല എന്ന് പലരും പറയുമെങ്കിലും അങ്ങനെയുള്ള ആളുകളെ കിട്ടാൻ വലിയ പാടാണ്. അല്ല, ആ ആരാധന ഷാഫിക്ക് മാത്രമേ ശോഭിക്കുള്ളൂ. അതാണ് പ്രശ്നം. ഷാഫി വരുന്നത് കൊണ്ട് ഈ ആൾക്കാരൊക്കെ ഷാഫിയെ കാണാനാണ് വരുന്നത്. പക്ഷെ അതിന്റെ അപ്പുറത്തേക്കും നിങ്ങൾ ഏത് സ്ഥാനാർത്ഥിയെ നിർത്തി കഴിഞ്ഞാലും ഷാഫി വരുന്നത് കൊണ്ട് അയാൾ ജയിക്കാൻ പോകുന്നില്ല. അതാണ് പറയുന്നത്. ഇപ്പൊ തൃശ്ശൂർ നമ്മൾ കണ്ടു. പൊതുവെ ഒരു ആരോപണം എന്ന് പറയുന്നത് ഈ മലബാർ ഏരിയകളായതുകൊണ്ടാണ് ഷാഫിക്ക് ഇത്രയും ഒരു ക്രൗഡ് പുള്ളിങ് വരുന്നത് എന്നായിരുന്നു ആ ഒരു ആരോപണ രീതി. പക്ഷെ അതിനപ്പുറത്തേക്കും കഴിഞ്ഞ ദിവസം വരുന്ന കൊടുങ്ങല്ലൂർ OG ജനേഷിന്റെ പരിപാടിക്ക് വന്ന സമയത്ത്, തൃശ്ശൂർ പര്യടന സമയത്ത് ഈ പ്രതീക്ഷിക്കാവുന്നതിന്റെ അപ്പുറത്തേക്കും ആ ഒരു ക്രൗഡ് പുള്ളിങ് വന്നു. അതേപോലെ ഈ കണ്ണൂര് ഇതേ CPM നിന്ന് പാർട്ടി വിട്ട് വന്ന ആൾക്കാർക്ക് വേണ്ടി ഷാഫി ഇറങ്ങിയ സമയത്തും ഇതേപോലെ ക്രൗഡ് പുള്ളിങ് വന്നു. ഈ ഒരു സമയത്താണ് ഇയാളുടെ ക്രൗഡ് പുള്ളിങ്ങിന്റെ ആ ഒരു രീതി മലയാളികൾ കുറെ കൂടെ ശ്രദ്ധിക്കുന്നത്. കാരണം ആദ്യം നമ്മൾ കണ്ട ക്രൗഡ് പുള്ളിങ് ഇയാൾ വടകരയിൽ നിന്ന സമയത്തായിരുന്നു. ഒരു നേരത്തെ പറഞ്ഞുള്ള 12 മണിക്കും 12:30ക്കും ഒക്കെ വന്ന ആ ഒരു ക്രൗഡിനെ പലപ്പോഴും പറഞ്ഞത് ഇത് ഷാഫി എന്ന് പറയുന്ന അതൊരു കോൺഗ്രസിന്റെ മാത്രം ആൾക്കാരൊന്നുമല്ല, അല്ലാതെ ഇദ്ദേഹത്തിന്റെ മതം കണ്ടിട്ട് വരുന്ന ആൾക്കാരാണെന്ന് എന്ന രീതിയിലായിരുന്നു അന്ന് ഇദ്ദേഹം മത്സരിക്കുന്ന സമയത്ത് പറഞ്ഞത്. പക്ഷെ അങ്ങനല്ല, വോട്ടിലേക്കും അത് പ്രതിഫലിക്കും. വോട്ട് കിട്ടി, 1.5 ലക്ഷം ഭൂരിപക്ഷം കിട്ടിയപ്പോൾ പോലും പലരും പറഞ്ഞു. ഇപ്പൊ പറഞ്ഞ ആക്ഷേപം എന്ന് പറയുന്നത് ഈ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ഷാഫി പറമ്പിൽ പര്യടനത്തിന് പോകുമ്പോൾ അത് വോട്ടായി മാറില്ല എന്നാണ്. സ്വാഭാവികമായിട്ടും ഷാഫി പറമ്പിൽ വരുന്നൊരു പരിപാടി ക്രൗഡ് പുള്ളിങ്ങോടുകൂടി വരുമ്പോൾ ജനങ്ങൾ ശ്രദ്ധിക്കുമോ? ശ്രദ്ധിക്കും. ആ ശ്രദ്ധ വോട്ടായി മാറുമെന്ന് മാത്രമല്ല, അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കോൺഗ്രസിനോടൊപ്പം ആളുണ്ട്, അല്ലെങ്കിൽ ഈ സംഘടനയോടൊപ്പം ആളുണ്ട്, ഈ സംഘടനയെ നയിക്കാൻ നേതാക്കന്മാരുണ്ട് എന്നുള്ള തോന്നൽ ജനങ്ങൾക്കുണ്ടാവുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. സ്റ്റാർ ക്യാമ്പയിനർമാർ ഇല്ലാത്ത ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് ആര് വന്നാൽ ഇത്തരത്തിൽ ജനക്കൂട്ടം ഉണ്ടാവും? ഒരു നേതാവിന്റെ പേര് പറ. ഈ നേതാവ് വന്നു കഴിഞ്ഞാൽ ജനങ്ങൾ കൂടും. ആകെ ഉള്ളത് എന്ന് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ വരുന്ന സമയത്ത് എല്ലാവരെയും മുഖ്യമന്ത്രി വരുമ്പോൾ നിങ്ങളെല്ലാം ഇവിടെ ഉണ്ടാവണം എന്ന് പറഞ്ഞ് പേടിപ്പിച്ചു കൊണ്ടുവരുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. തൊഴിലുറപ്പിൽ നിന്നും കുടുംബശ്രീയിൽ നിന്നും എല്ലാ സംഘടനയിൽ നിന്നും ഭീഷണിപ്പെടുത്തി വന്നില്ലെങ്കിൽ ഇന്നത്തെ ശമ്പളം കട്ടാക്കുമെന്ന് പറഞ്ഞ് പല ആളുകളെയും കൊണ്ടുപോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രി വരുന്ന പരിപാടിയാണ്, പോയേ പറ്റൂ എന്ന് പറഞ്ഞ് ശക്തമായി കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോ അതിനപ്പുറത്തേക്ക് ആരുണ്ട്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരു യുവനിരയിൽ അത്തരത്തിൽ ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്ന ഏതൊരു നേതാവുണ്ട്? ആരുമില്ല. ക്രൗഡ് പുള്ളിങ് എന്ന രീതിയിലേക്ക് ഒരാള് ഷാഫിയുടെ പോലെ ഉണ്ടാവില്ല. സത്യമാണ്. ഷാഫി മാത്രമല്ല, ഷാഫിക്ക് അപ്പുറത്തേക്ക് എത്ര നേതാക്കന്മാരുണ്ട്? ചാണ്ടി ഉമ്മൻ വന്നു കഴിഞ്ഞാൽ ആള് കൂടത്തില്ലേ? അല്ല, പുതുപ്പള്ളിയുടെ അത്ര ആള് കൂടത്തില്ല. അല്ല, പുതുപ്പള്ളിയിൽ അദ്ദേഹം വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം ക്രൗഡ് പുള്ളിങ് ഉണ്ടാവുമായിരിക്കാം. പക്ഷെ എന്റെ അപ്പുറത്തേക്കും കേരളത്തിൽ എവിടേക്ക് പോയി കഴിഞ്ഞാലും ഇതുവരെ വളർന്നു വന്നിട്ടില്ല. അല്ല, എന്നാലും ചാണ്ടി ഉമ്മൻ വരുന്ന പറഞ്ഞ ഒരു ഫാക്ടർ ശരിയാണ്. ചാണ്ടി ഉമ്മനോട് ഒരു പ്രത്യേക സ്നേഹമുണ്ട്. അതായത് ഷാഫിയോട് എങ്ങനെയാണോ ആളുകൾ സ്നേഹം കാണിക്കുന്നത് അതേപോലെ സ്നേഹം ചാണ്ടി ഉമ്മനോടും ഉണ്ട്. അതേപോലെ നേരത്തെ മറ്റൊരു നേതാവ് ഉണ്ടായിരുന്നു, രാഹുൽ മാങ്കൂട്ടം വരുമ്പോഴും ഇതേപോലെയാണ്. സ്നേഹം കൂടി പോയതിനാണ് ഇപ്പൊ ആൾക്കാരൊക്കെ കുറച്ച് മാറിയൊക്കെ നിൽക്കുന്നുണ്ട്. എന്തായാലും അത്രയധികം അങ്ങ് സ്നേഹിക്കാൻ പറ്റുന്ന ഒരാളല്ലാത്തത് കൊണ്ടായിരിക്കാം കുറച്ച് മാറി നിൽക്കലുകളുണ്ട്. പക്ഷെ എല്ലാ സ്നേഹങ്ങളും അങ്ങനെ ശരിയല്ല എന്ന് തെളിയിച്ച ഒരാളുകൂടെയാണ് മാങ്കൂട്ടം. എന്തായാലും അദ്ദേഹത്തിന്റെ ഫാക്ടർ നമുക്ക് മാറ്റിവെക്കാം. ഷാഫിയെ എടുത്തു പറയുകയാണെങ്കിൽ ഷാഫിയുടെ ഈ ഒരു വോട്ടിംഗ് ഷാഫിയുടെ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ തന്നെ പറഞ്ഞൊരു കാര്യമാണ്, ഈ ഓടി നടക്കുന്നതിനെ പറ്റിയിട്ട്. ഓടി നടക്കുന്നത് എന്റെ അക്കൗണ്ടിലെ ഫോളോവേഴ്സിനെ കൂട്ടാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് ഇദ്ദേഹത്തിന് ഏൽപ്പിച്ചിട്ടുള്ള ഒരു സ്ഥാനമാണ് ഇത്തരത്തിൽ പര്യടനം നടത്തുക, സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയിട്ട് പര്യടനം. അതേ ഒരു സ്റ്റാർ ക്യാമ്പയിനർ ആണ്. നമുക്കറിയാം ഇപ്പോ എങ്ങനെയാണ് ലീഡർ കരുണാകരൻ ഉണ്ടായിരുന്ന സമയത്ത് ആള് കൂടുന്നത്. അതേപോലെ തന്നെ K. സുധാകരൻ
കെ സുധാകരൻ വന്നു കഴിഞ്ഞാൽ 10 പേര് വരും, 10 പേരല്ല 100 പേരും വരും. അതായത് ഒരു നേതാവിന് വേണ്ടി ജീവനും ജീവിതവും കളയാൻ നിൽക്കുന്ന കുറെ പേരുണ്ട്. അതൊരു നേതാവ് നൽകുന്ന ഒരു പവറാണ്. ഞാൻ കൂടെ ഉണ്ടാകും, എന്തൊരാവശ്യത്തിനും ഉണ്ടാകും എന്ന് ആ നേതാവ് കൊടുക്കുന്ന ഒരു വാക്കാണ്, ആ ചേർത്ത് നിർത്തലാണ്. സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നുന്നു കെ സുധാകരൻ കഴിഞ്ഞ കാലങ്ങളൊക്കെ അദ്ദേഹമായിരുന്നു ഒരു സ്റ്റാർ ക്യാമ്പയിനർ എന്നൊക്കെ പറയുന്നത്. അതേപോലെ തന്നെ ഒരാളാണ് ഷാഫി പറമ്പിൽ എന്ന് പറയുന്നത്. ഒരു ലീഡർ, അല്ലെങ്കിൽ ഇതാണ് ഞങ്ങളുടെ നേതാവ് എന്ന് ജനങ്ങൾക്ക് ഉറച്ചു പറയാൻ കഴിയുന്ന, അങ്ങനെ ഉറച്ചു പറയുമ്പോഴും അതെ എന്ന് പറഞ്ഞ് അതായത് ചേർത്ത് പിടിക്കാൻ കഴിയുന്നൊരു സ്നേഹം അല്ലെങ്കിൽ വാത്സല്യം എന്തോ ഒരു സാധനം ഷാഫിക്കുണ്ട്.